നമ്മളിതാ ചുണ്ടേന്ന് ഇങ്ങനെ പോവാട്ടോ. ആനപ്പാറ റോഡത്, ചുണ്ട ആനപ്പാറ റോഡ്. ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ പോയാൽ മതി. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ് ഇവിടെ. ഫ്രണ്ടിൽ ചെമ്പ്രമല നിങ്ങൾ കാണുന്നുണ്ടാവും. 2 സൈഡും തേയിലയാണ്. ഇത് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഈ തേയിലേൻ്റെ കാഴ്ച. ഭയങ്കര രസമുള്ള ഏരിയകളുണ്ട്. അപ്പോൾ ഈ റോഡിനൊക്കെ പോയി നമ്മൾ ലാൻഡിൽ എത്തുമ്പം തന്നെ നമ്മളൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവരൊന്ന് റിലാക്സ് ആവും. അത്ര കാമായിട്ടുള്ള ഏരിയ അത്. നിങ്ങളിപ്പോൾ ചെമ്പ്ര നല്ല തെളിഞ്ഞ് കാണുന്നുണ്ടാവും. ചെറിയ മഴയുണ്ട്, എന്നാൽ ഇവിടുന്ന് ഭയങ്കര രസമാട്ടോ ചെമ്പ്രമല. അതായത് തൊട്ടടുത്ത് നമുക്ക് കാണാം. ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടൊക്കെ ടൂറിസ്റ്റുകളാണ്. ഈ വഴിക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വെറുതെ ഇവിടെ വന്ന് 2 ഫോട്ടോ എടുക്കാനൊക്കെ കണക്കാക്കി വരുന്നതാണ്. ഇവർ കർണാടകക്കാരാണ്. അപ്പോൾ ചെമ്പ്ര അത്രയും ക്ലോസ് ആയിട്ട് കാണുന്നൊരു ഏരിയ ആണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് നിർത്തിയിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ. ഫുള്ള് തേയിലത്തോട്ടം. അതിൻ്റെ ഒരു സൈഡിൽ ചെമ്പ്ര ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം മഴ പെയ്ത് ഇപ്പം തോർന്നിട്ടേ ഉള്ളൂ. മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. ഈ ചെമ്പ്രമല ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെമ്പ്ര കിട്ടുന്ന വീഡിയോയിലൊക്കെ ചെമ്പ്ര കാണിക്കലുണ്ട്. ഇത് എസ്റ്റേറ്റ് കേട്ടോ. ഇത് പൊതു റോഡാണ്. ഈ റോഡ് കൂടിയാണ് നമ്മൾ ലാൻഡിലേക്ക് പോവുക. ഇതിലെങ്ങനെ പോകാൻ നല്ല രസമാട്ടോ. ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള തേയിലേൻ്റെ ഇടയിൽ കൂടെയാണ് ഈ റോഡ്. ഭയങ്കര ഭംഗിയാണ് ഇതിലെ പോകാൻ. അപ്പോൾ നമുക്ക് ഈ റോഡ് മാത്രമല്ല, ഹൈവേന്ന് 1 കിലോമീറ്ററിൽ എത്തുന്ന വേറൊരു ചെറിയ റോഡും കൂടെ ഉണ്ട്. ഇത് നമ്മളെ ചുണ്ടേൽ ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ പോകണം ലാൻഡ് എത്തണമെങ്കിൽ. വേറൊരു റോഡും കൂടെ ഉണ്ട്. അതിൽ 1 കിലോമീറ്റർ പോയാൽ മതി ഹൈവേന്ന്. അപ്പോൾ ആ ഒരു റോഡും കൂടെ ഉണ്ട്. ബാക്കി ഞാൻ എന്ത് ചെയ്യാം, ബാക്കി നിങ്ങളെ അവിടെ ലാൻഡ് എത്തിയിട്ട് ഞാൻ വീഡിയോ ബാക്കി എടുത്ത് കാണിച്ചു തരാം. നമ്മളെ ലാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടം വരെ ടാറിങ് റോഡാട്ടോ. ഈ സൈഡിൽ നിങ്ങളൊരു കെട്ട് കാണുന്നുണ്ടാവും. ഈ കെട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സൈഡൊക്കെ കെട്ടി നല്ല ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലിയറായിട്ട് കാണുന്നുണ്ടാവും. ഇത് മുതൽ സ്റ്റാർട്ടിങ് ആണ്. നമുക്കിനി എന്ത് ചെയ്യാം, പുറത്തിറങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഈ റോഡ് കുറച്ച് മേലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ കാണുന്നുണ്ടാവും. നമ്മളെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാട്ടോ. ഈ കെട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കെട്ട് മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് റോഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്കാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മേലോട്ട് കയറുമ്പോൾ ഒക്കെ മനസ്സിലാവും. ഫുള്ള് ഇൻ്റർലോക്ക് റോഡ് ചെയ്താണ്. ഈ വലത് സൈഡ് കാണുന്നതാണ് നമ്മളെ ലാൻഡ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ താഴത്തെ പോർഷൻ. ഈ റോഡിൻ്റെ 2 സൈഡും ലാൻഡ് കിടക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ കിടക്കുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇവരൊരു കിണർ കുഴിച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഈ റോഡ് നല്ലൊരു പൈസ മുടക്കി ചെയ്താട്ടോ. ഫുൾ അടിപൊളി ഇൻ്റർലോക്കാണ് ചെയ്തിരിക്കുന്നത്. താഴെ തന്നെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും വലിയൊരു കിണറുണ്ട്. ആവശ്യത്തിന് എത്ര വേണേൽ വെള്ളം എടുക്കാൻ പറ്റുന്ന വലിയൊരു കിണറാണ്. അത് താഴെ തന്നെ കുഴിച്ചിട്ടുണ്ട്. അതേപോലെ കിണറും നല്ല സൈഡൊക്കെ കെട്ടി നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്ത കിണറാട്ടോ. ഇതിങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോവാട്ടോ മേലോട്ട്. നമുക്കിനി മേലോട്ട് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഞാനിപ്പോൾ കാണിച്ചുന്ന ഈ റോഡിൽ മേലോട്ട് പോവാണ്. ഇതിലെ റോഡ് വെട്ടിയത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. പക്ഷെ എല്ലാ വണ്ടിയും കയറും കേട്ടോ. വീതിയുള്ള വണ്ടികളൊക്കെ കയറും. നല്ല വീതിയുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ട് കാട് കയറിയിട്ടുണ്ട് സൈഡിൽ.
ഏതാണ്ട് ഒരു 100-200 മീറ്ററോളം റോഡ് ഉണ്ടാവും മേലോട്ട്. 200 മീറ്ററിൻ്റെ അടുത്ത് റോഡ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇടത് സൈഡ് ഈ റോഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്പുറത്തുള്ള കാപ്പിത്തോട്ടം വേറെ കേട്ടോ. നമ്മൾ അതിര് കൂടിയാണ് ഇപ്പം നമ്മളെ റോഡ് പോകുന്നത്. ഇപ്പം ഫ്രണ്ട് കാണുന്ന കാപ്പിയൊക്കെ ഇതിൽ വരുന്ന കേട്ടോ. നമ്മൾ ഈ റോഡ് കയറി ഇതാ മേലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു കുറച്ച് ചെരുവിൽ കിടക്കുന്ന, ഇവിടെയൊക്കെ നല്ല നിരപ്പാട്ടോ. താഴോട്ട് ആ കയറുന്ന ഭാഗത്ത് കുറച്ച് ചെരുവുണ്ട്. ഇവിടെയൊക്കെ നല്ല നിരപ്പാണ്, നിരപ്പ് ഏരിയ ആണ്. ഒരുപാട് ഏരിയ നിരന്ന് കിടക്കുന്നുണ്ട്. കുറേ മരങ്ങളുണ്ട് ഇതിൽ. ഈ മേലോട്ട് ഇവർ റോഡ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മേലോട്ടുള്ള സ്ഥലങ്ങൾ നമ്മളതാണ്. ഈ ഷെഡ് നമ്മളതാണ്. ഷെഡ് കറണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഉണ്ട്, നിലവിൽ വെള്ളമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മേലോട്ട്. ഇത് കുറച്ച് മേലെ വരെ പോകുന്നുണ്ട്. ഞാൻ മേലെ കാര്യമായിട്ട് എടുക്കുന്നില്ല, വലിയ ചെരുവില്ല കേട്ടോ. മേലോട്ടുള്ളതൊക്കെ നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. അതാ നിങ്ങൾക്ക് അടി കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഈ ഒരു ചെരുവാണുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ്. നമ്മൾ വണ്ടി വെച്ച സ്ഥലം ചെറിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയ ആണ്. ഈ കാപ്പിയൊക്കെ ഇതിൽ വരുന്ന കേട്ടോ. നല്ല വ്യൂ ആട്ടോ. ഈ മരങ്ങളൊന്നും ഇവർ വെട്ടാത്തതുകൊണ്ടാണ്. നമുക്ക് കുറച്ച് വ്യൂ ആണെങ്കിൽ മരങ്ങൾ വെട്ടണ്ട. മരത്തിൻ്റെ ഈ നമ്മൾ ചപ്പ് കഴിക്കുക എന്നൊക്കെ പറയും. ചോലയൊക്കെ അടിച്ചിട്ടാൽ നല്ല വ്യൂ ആണ്. ലോങ് വ്യൂ ആട്ടോ. അവിടെ ഫുള്ള് മലകളെ വ്യൂ ഉണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് കംപ്ലീറ്റ് തേയിലയാണ്. തേയിലേൻ്റെ നല്ല വ്യൂ ഉണ്ട്. പിന്നെ മലകളെ വ്യൂ ഉണ്ട്. ചുറ്റും വ്യൂ ആണ്. ഒരു 360 വ്യൂ എന്നൊക്കെ പറയുന്ന അതേ കണ്ടീഷനുള്ള ലാൻഡാണ്. ഇവിടെയൊക്കെ നമുക്ക് കോട്ടേജുകൾ അടിക്കാം. അങ്ങോട്ട് കണ്ടോ നിങ്ങൾ, നല്ല സൂപ്പർ വ്യൂ ആണ്. ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ അത്. സൂപ്പർ വ്യൂ ആണ്. മൊബൈലിൽ കാണുമ്പോഴല്ല, നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ് കിടക്കുന്നത്. ഇത് ഏതാണ്ട് ഞാനിപ്പോൾ ഒന്ന് സൂം ചെയ്യാം. ഈ മരത്തിൻ്റെ അവിടം വരെ ഉണ്ടാവും കേട്ടോ മേലോട്ട്. ഈ മരത്തിൻ്റെ അവിടം വരെ ഉണ്ടാവും. വീഡിയോ കാണുന്ന ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് നമ്മൾ മുമ്പിട്ട വീഡിയോ ആണെന്ന്. സത്യമാണ്. ഈ ലാൻഡ് നമ്മൾ ഏതാണ്ട് ഒരു വർഷം മുന്നിട്ട വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ, വിഷയമല്ല, അന്ന് ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇട്ടതാണ്. അതിനുശേഷം ഇതിൻ്റെ ഓണർക്ക് തോന്നി ഇത് കൊടുക്കുന്നില്ല. നമുക്കൊരു 5-6 പാർട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വില്ലിങ്ങായ 1-2 ആൾക്കാരുണ്ടായിരുന്നു. പുള്ളിക്ക് ആ ഒരു സമയത്ത് പുള്ളി ഒരു പ്രൊജക്റ്റ് ആഗ്രഹിച്ചെടുത്ത ലാൻഡാണ്. പുള്ളി ഗൾഫിലാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിജീഷ് ഭായി നമുക്ക് കൊടുക്കണ്ട, നമുക്കത് പ്രൊജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് പുള്ളി റോഡൊക്കെ വെട്ടിയത്. ഞാൻ ആ ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഇതിൽ റോഡില്ലായിരുന്നു. അതിന് ശേഷം പുള്ളി റോഡൊക്കെ വെട്ടി. കിണർ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. കിണർ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും ഇപ്പോൾ റീതിങ്ക്. ഇപ്പോൾ പുള്ളി വിദേശത്താണ്. പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. അവിടെ തന്നെയാണ്. അപ്പോൾ വീണ്ടും നമുക്കിത് കൊടുക്കാനുള്ള ഒരു തീരുമാനം ഏതാണ്ട് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ വീണ്ടും എടുക്കുന്നത്. ഈ ഒരു ലാൻഡ് ആദ്യം ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർ വീണ്ടും ഇത് കാണുകയാണെങ്കിൽ അവർ വരിക. കാരണം കണ്ണൂരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വില ഞാൻ വീഡിയോ ബാക്കി ഇത് കഴിഞ്ഞ് ഞാൻ ഈ വില പറഞ്ഞിട്ടും വീഡിയോ ബാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളതും കൂടെ കാണുക. ഇതിൻ്റെ വില അന്ന് ഞാൻ നല്ല വിലയായിരുന്നു ഇട്ടിരുന്നത്. അപ്പം ആ ഒരു റേറ്റിൽ നിന്ന് നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. നമ്മൾ ചുണ്ടയിലാണ്, അതായത് വൈത്തിരി ഏരിയയിലാണ് ഏറ്റവും വിലയുള്ളൊരു ഏരിയയാണ് വയനാട്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്നൊരു ഇതാണ്. തോട്ടഭൂമി അല്ലാത്ത ഭൂമിക്ക്, കൺസ്ട്രക്ഷനൊക്കെ പറ്റുന്ന ഭൂമിക്ക് നല്ല വിലയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റ് വില 75,000 രൂപയാണ്. 2 ഏക്കർ 40 സെൻറ്റാണ് ഈ ലാൻഡ് ടോട്ടൽ കിടക്കുന്നത്. സെൻറ്റ് വില 75,000 രൂപ. ഒരു മാന്യമായ റേറ്റ് ആട്ടോ. ഇതിൻ്റെ വലിയൊരു അട്രാക്ഷൻ എന്താ വെച്ചാൽ 16 വില്ലേൻ്റെ പെർമിഷൻ പുള്ളി ഓൾറെഡി ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളമുണ്ട്, റോഡുണ്ട്, കറണ്ട് സൗകര്യമുണ്ട്, ഓൾറെഡി വില്ലേൻ്റെ പെർമിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്.
അപ്പം ഇനി ഒരു ഇൻവെസ്റ്റർക്ക് വരിക, നമ്മൾ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ തുടങ്ങുക. 3 വർഷം ബാക്കിയുണ്ട് കേട്ടോ പെർമിഷന്. അപ്പോൾ സെൻറ്റ് വില 75,000 രൂപ. ഞാനിതിൻ്റെ ബാക്കി വീഡിയോയും കൂടെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക കേട്ടോ. ഇവിടെ ഒരു ചെറിയ പാറക്കൂട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ മേലെ ഉള്ളത്. അതിൻ്റെ താഴോട്ടൊക്കെ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാണ്. ഇവിടെയൊക്കെ എല്ലാ കൺസ്ട്രക്ഷനും നടക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെ ഒന്നും ചെരുവില്ല. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കയറുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല ചെരുവുണ്ട്. നമ്മൾ റോട്ടിൽ നിന്ന് കൂടെ കയറുന്നില്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു മേലെത്തിക്കഴിഞ്ഞാൽ ലെവലാണ്, ലാൻഡ് ഓൾമോസ്റ്റ് ലെവലാണ് കേട്ടോ. കൺസ്ട്രക്ഷനൊക്കെ, പിന്നെ കൺസ്ട്രക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പെർമിഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഈ പാറയൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ ഐഡിയ ഉള്ള നല്ല ഡിസൈനർമാരാണ്, ഇതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു കാപ്പിയൊക്കെ ഇതിലുള്ളതാണ്. അത്യാവശ്യം നല്ല കാപ്പിയുണ്ട് കേട്ടോ. കാപ്പിയുണ്ട്, കുറച്ച് കവുങ്ങ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇതിലുണ്ട്. ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് കയറിയൊക്കെ, ഞാൻ അധികം മേലോട്ട് പോകുന്നില്ല. നിലവിൽ ഇവിടെ പണിക്കാർ കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊന്ന് മേലോട്ട് കയറാം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇതിനുള്ളിൽ കൂടെ റോഡ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ 2 സൈഡും നമ്മളെ ഈ സ്ഥലത്ത് വരുന്നതാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ലാൻഡ് നിങ്ങൾക്ക് അടി കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, വലിയ ചെരുവൊന്നുമില്ല. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഏരിയ ആണ്, നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു അതിരിൽ, അതിൻ്റെ ആ ഒരു അതിരിൽ ചെറിയൊരു പോർഷൻ ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറിയൊരു പോർഷൻ. അത് കഴിഞ്ഞാൽ വീണ്ടും പ്രൈവറ്റ് ലാൻഡുകളാണ്. നമുക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഫോറസ്റ്റിന് NOC കിട്ടിയതിന് ശേഷം മാത്രമേ പെർമിഷൻ കിട്ടുള്ളൂ. നിലവിൽ ഈ ലാൻഡിന് പെർമിഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിതിങ്ങനെ കയറി വരുന്ന വഴിയാണ്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഈ വഴീൻ്റെ ഇത് അതിരാട്ടോ നമ്മളെ, അതായത് ഈ 2 തൂണ് വെച്ചില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു റോഡുണ്ട്. റോഡ് ആദ്യം ഇവർ ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് അതിൽ വേറെ പുതിയൊരു കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട്. ആ റോഡാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ റോഡിൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന ഒരു 50 സെൻറ്റ് ഉണ്ട്. അത് ഞാൻ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കാണുന്ന ഈ 50 സെൻറ്റ് അവർക്ക് വേറെ കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട്. ആ റോഡ് എൻഡിങ് ആണ് കാണുന്നത്. അതിൽ ചെറിയ വീടുണ്ട് കേട്ടോ. അത് നമ്മൾ അതിരിനോട് ചേർന്ന് കിടക്കുന്ന സാധനമാണ്, നമുക്കതെടുക്കാം. അതിൻ്റെ വില ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഒരു ബോണസാട്ടോ. ആ വില നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും. അത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബോണസാണ്. അതിന് നല്ലൊരു വ്യൂ വേറെ ഉണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് അതും കൂടെ എടുത്തു തരാം. നമ്മൾ കയറി വന്ന ഭാഗമാണ് ഞാനീ പറഞ്ഞ പോർഷൻ ഇതാട്ടോ. ഇത് നിങ്ങൾ ചെറിയൊരു വീട് കാണുന്നുണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ 50 സെൻറ്റ്, ഇത് ഇവരെ അതിരാട്ടോ. ഈ വഴി കിടക്കുന്ന ഇവരെ അതിരാണ്. 50 സെൻറ്റ് ലാൻഡ്. ഇവർക്ക് വേറെ റോഡുണ്ട്. നമ്മൾ താഴെ നിന്ന് കയറിയ എൻ്റെ അവിടെ തൊട്ടപ്പുറത്തൊരു കോൺക്രീറ്റ് റോഡുണ്ട്. അത് നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ബോണസായിട്ട് തരുന്നതായിരിക്കും. ബോണസ് മീൻസ് വിലയില്ല എന്നല്ല, വില ഉണ്ടാവും, ന്യായമായ വിലയായിരിക്കും. അപ്പോൾ ഈ റോഡാണ് ഇതിലോട്ട് വരുന്ന വഴി കേട്ടോ. ഇത് നേരെ താഴോട്ട് പോവും. ഇവിടുന്ന് വേറൊരു വ്യൂ ഉണ്ട് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ കേട്ടോ. ഇവിടെ ഒരു ഓപ്പൺ വ്യൂ കിട്ടുന്നൊരു ഏരിയ ആണ്. മലേൻ്റെ നല്ല വ്യൂ ആണ്. ഈ പറഞ്ഞ മാതിരി ചായത്തോട്ടത്തിൻ്റെ വ്യൂ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 2.40 എടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതും കൂടെ എടുക്കണം. ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ലാൻഡിൽ അത്യാവശ്യം മരമുള്ളതുകൊണ്ടാണ് ഈ വ്യൂ കിട്ടാത്തത്. സെയിം വ്യൂ ആണ് ലാൻഡൊക്കെ, സെയിം ഏരിയ ആണ്. ഇതിൽ ഒരു വീടുണ്ട് കേട്ടോ, ചെറിയൊരു വീടുണ്ട്.
ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത്. ഇതൊരു 50 സെൻറ്റ് ലാൻഡ് കേട്ടോ. പിന്നെ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ ഒരു 1 ഏക്കറേയും കൂടെ കിട്ടാനുണ്ട്. അത് നിങ്ങൾ വരുമ്പോൾ കാണിച്ചു തരും. വലിയൊരു ക്യാൻവാസ് ആട്ടോ അത്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഇത് നമ്മളെ ലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സാധനമാണ്. ഇതാണ് വീട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ജാതി വീഡിയോ ഇനി ഇടാനുള്ളൊരു താല്പര്യം വരുള്ളൂ. അതുകൊണ്ട് ലൈക്ക് നിർബന്ധമായിട്ടും ചെയ്യണം. നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വിളിക്കുക. സ്ഥലത്തിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞു. 240 ടോട്ടൽ വരുന്നത്. ഇതൊരു എക്സ്ട്രാ 50 സെൻറ്റാണ്. വിലയും ഞാൻ പറഞ്ഞു. വീഡിയോ മുഴുവൻ കാണുന്നവർ വിലയും കാണണം, വില ശ്രദ്ധിക്കണം. അതിൻ്റെ അടിയിൽ വില ചോദിക്കരുത്, വില ഓൾറെഡി പറഞ്ഞാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.